ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. ഒരു ചെറിയ ചിന്ത അല്പസമയം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയം പ്രയോജനപ്പെടുത്തുന്നത്. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 26ഉം 27ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യേശു തൻ്റെ അമ്മയെയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് താൻ സ്നേഹിക്കുന്ന ശിഷ്യനെയും കണ്ട് താൻ അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. സ്ത്രീയെ ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. മതി. നമുക്കറിയാം, യേശുതമ്പുരാൻ്റെ കുരിശിലെ 7 മൊഴികളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ക്രൂശിനോട് ചേർന്ന് നിൽക്കുന്ന 2 പ്രധാന വ്യക്തികളെ നമ്മൾ കാണുകയാണ്. ഒന്ന്, യേശുതമ്പുരാന് ജന്മം നൽകിയ പരിശുദ്ധ കന്യകമറിയം. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ. അപ്പോൾ വലിയ ഒരു സ്നേഹബന്ധം ക്രൂശിൻ്റെ ചുവട്ടിൽ നമ്മൾ കാണുകയാണ്. യേശുവിനെ ഒത്തിരി സ്നേഹിച്ച ഒരമ്മയും ഒരു ശിഷ്യനും. അതിൻ്റെ അർത്ഥം മറ്റുള്ള ശിഷ്യന്മാർ യേശുവിനെ സ്നേഹിച്ചിട്ടില്ല എന്നല്ല. വേദപുസ്തകം പഠിക്കുമ്പോൾ അറിയാം, യോഹന്നാൻ ശ്ലീഹായെക്കുറിച്ച് പറയുന്നത് സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ, അല്ലെങ്കിൽ യേശുവിനെ ഒത്തിരി സ്നേഹിച്ച ആളാണ് യോഹന്നാൻ. പരിശുദ്ധ അമ്മയെ യോഹന്നാന് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുതമ്പുരാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. യേശുതമ്പുരാൻ മാതാവിനെ സംബന്ധിച്ച് ഏകമകനാണ്. പരിശുദ്ധ സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വേദപുസ്തകം പറയുന്ന ഓരോ കാര്യങ്ങളും അത് കൃത്യമായി പഠിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാണ് പരിശുദ്ധ സഭ ഓരോ നമ്മുടെ വിശ്വാസങ്ങളും രൂപപ്പെടുത്തുന്നത്. ആ പരിശുദ്ധ അമ്മയെ യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയമാണ് ഈ കുരിശിൻ്റെ ചുവട്ടിലുള്ള ഈ സന്ദർഭം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വെച്ചു, 3 പേരും പരസ്പരം വലിയ സ്നേഹത്തിലുള്ളവരാണ്. അല്ലെങ്കിൽ മാതാവിനെ സംബന്ധിച്ച് യേശുവിനെ പോലെ തന്നെ മാതാവ് യോഹന്നാനെ സ്നേഹിച്ചിരുന്നു. അല്ലെങ്കിൽ യേശു ക്രിസ്തു മാതാവിനെയും യോഹന്നാനെയും സ്നേഹിച്ചിരുന്നു. യോഹന്നാൻ മാതാവിനെയും യേശുവിനെയും സ്നേഹിച്ചിരുന്നു. അപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് ഈ കുരിശിൻ്റെ ചുവട്ടിൽ നമ്മൾ കാണുന്നത്. മാത്രമല്ല, നോക്ക്, ഈ കുരിശ് എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ പ്രതീകം കൂടിയാണ്. അല്ലെങ്കിൽ മനുഷ്യനെ ദൈവം സ്നേഹിച്ചതിൻ്റെ ആകത്തുക എന്ന് പറയുന്നതാണ് കുരിശ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുരിശിനെ കുറിച്ചാണ് ചിന്തിച്ചത്. അപ്പോൾ മനുഷ്യനെ ദൈവം സ്നേഹിച്ചതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് പരിശുദ്ധമായ കുരിശാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യനെ സ്നേഹിച്ച ദൈവം തമ്പുരാൻ ഇവിടെ ഈ മാതാവിനെ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച യോഹന്നാന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ യേശുമ്പുരാൻ ആദ്യം പറയുന്നത് ഇങ്ങനെയാണ്, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. അമ്മയോട് പറയാണ്, ഇനി ഞാനല്ല, യോഹന്നാനാണ് നിൻ്റെ മകൻ. ഇനി അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം ഇനി യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുത്തത്? മറ്റ് ശിഷ്യന്മാരൊന്നും ആ സമയത്ത് ക്രൂശിനെ ചുവട്ടിലില്ല. എല്ലാവരും ഓടിപ്പോയി. ഒരാളിങ്ങനെ മാറി നിൽക്കുകയാണ്, പത്രോസ്ലീഹ. ദൂരെ മാറി നിന്ന് യേശുവിനെ നോക്കുന്ന പത്രോസ്ലീഹ. മറ്റുള്ള ശിഷ്യന്മാരൊക്കെ ഓടിപ്പോയി. എങ്ങോട്ടാണ് പോയതൊന്നും ആർക്കും അറിയില്ല, അല്ലേ? നമ്മൾ ദുഃഖവെള്ളിയാഴ്ച സദറെ പ്രമേയമൊക്കെ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തോമായി നീ എങ്ങോട്ട് ഓടുന്നു, അന്ത്രയോസെ നീ എങ്ങോട്ട് മാറുന്നു. ഇവരൊക്കെ മാറി, എല്ലാവരും ഓടിപ്പോയി. പത്രോസ്ലീഹ ദൂരെ നിന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ഒരു സ്നേഹിതൻ മാത്രം, അല്ലെ ഒരു ശിഷ്യൻ മാത്രം ഇതാ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കുന്നു. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, യോഹന്നാൻ ചെറുപ്പക്കാരനായതുകൊണ്ട് യോഹന്നാന് മീശ മുളച്ചിട്ടില്ല. അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ സ്ത്രീയെന്നേ തോന്നും, അല്ലേ? അങ്ങനെയായിരിക്കാം ഒരു പക്ഷേ ചിന്ത. അങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ മുഖത്ത് പെട്ടെന്ന് നോക്കിയാൽ ഒരു സ്ത്രീയുടെ ഒരു രൂപ കാണാൻ പറ്റുള്ളൂ, മീശ മുളച്ചിട്ടില്ല, ഇല്ലേ? അപ്പോൾ ഇങ്ങനെ തുണിയും കൂടി ഇങ്ങനെ ഇട്ട് മറച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പുരുഷനാണെന്ന് പറയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലായിരിക്കാം യോഹന്നാൻ ശ്ലീഹ വന്ന് കുരിശിൻ്റെ ചുവട്ടിൽ
നിന്നിട്ടുണ്ടാവുക. ഓക്കെ, എന്ത് തന്നെയായാലും യോഹന്നാൻ ക്രൂശിൻ ചുവട്ടിൽ വന്നു നിന്നു എന്നുള്ളത് സത്യമാണ്. അദ്ദേഹത്തിന് ആ ഒരു ധൈര്യമുണ്ടായിരുന്നു. ക്രൂശിൻ്റെ ചുവട്ടിൽ അതാണ് തനിക്ക് അഭയപ്പെടാനുള്ള ഏക സ്ഥലമെന്ന് യോഹന്നാന് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. തനിക്ക് അഭയപ്പെടാൻ ഈ ക്രൂശിൻ്റെ ചുവട്ടിലല്ലാതെ മറ്റൊരു സ്ഥലമില്ലെന്ന് യോഹന്നാന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് യോഹന്നാൻ കൃത്യമായിട്ട് നിന്നു. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ യോഹന്നാൻ എന്ന് പറയുന്നത് സഭയുടെ പ്രതിനിധിയാണ്. എല്ലാവരും ഓടിപ്പോകുമ്പോൾ ഇതാ സഭയുടെ പ്രതിനിധിയായി യോഹന്നാൻ ക്രൂശിൻ ചുവട്ടിൽ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്താ സഭയെന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ? സഭയിൽ വിശുദ്ധന്മാരുണ്ട്, മാതാവുണ്ട്, യേശുക്രിസ്തുവുണ്ട്, ജനങ്ങളുണ്ട്, എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടമാണ് സഭയെന്ന് പറയും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വ്യക്തിത്വങ്ങളാണ്: യേശുക്രിസ്തു, പരിശുദ്ധ അമ്മ, യോഹന്നാൻ ശ്ലീഹ. യേശുക്രിസ്തുവുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട്, അതുപോലെ തന്നെ യോഹന്നാൻ ശ്ലീഹയുമുണ്ട്. അപ്പോൾ ഇങ്ങനെ സഭയുടെ ഒരു കൂട്ടായ്മ ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ കാണുവാനാണ് സാധിക്കും. അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ സഭയുടെ ചിത്രം കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു വരുന്നത് പിതാക്കന്മാർ എഴുതി വെച്ച ഒരു പാട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. പാട്ടെങ്ങനെയാണ്? വീടിൻ ഭരണം സീമോനു സുവിശേഷം യോഹന്നാനും കൽപ്പിച്ചാൻ വിലയേറിടും രക്തത്താൽ ഞാൻ വാങ്ങിയൊരീ സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ ബാറക്കുമോർ. യേശുമ്പുരാൻ ഇങ്ങനെ പറയുകയാണ് അല്ലേ? യേശുമ്പുരാൻ പറയുന്നതായിട്ടാണ് പിതാക്കന്മാർ എഴുതി വെച്ചത്. ഞാൻ രക്തം കൊടുത്തു വാങ്ങിയ സഭയെ നിങ്ങൾ സംരക്ഷിക്കണം. എൻ്റെ രക്തം കൊടുത്താണ് സഭയെ ഞാൻ വീണ്ടെടുത്തത്. അതാണ് ക്രൂശിൽ കാണുന്നത്. ക്രൂശിൽ നിന്ന് രക്തമൊഴുകി യേശുക്രിസ്തു തൻ്റെ സഭയെ വീണ്ടെടുക്കുകയാണ്. തൻ്റെ രക്തമൊഴുക്കി പരിശുദ്ധ സഭയെ വീണ്ടെടുക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു യോഹന്നാൻ ശ്ലീഹ. യോഹന്നാൻ ആരാണ്? സുവിശേഷം ഭരമേൽപ്പിക്കപ്പെട്ടവനാണ്. പത്രോസ് ശ്ലീഹായ്ക്ക് വീടിൻ്റെ ഭരണം കൊടുത്തു, താക്കോല് കൊടുത്തു, അധികാരം കൊടുത്തു. പക്ഷേ സുവിശേഷം ഏൽപ്പിച്ചു കൊടുത്തത് യോഹന്നാൻ ശ്ലീഹായ്ക്കാണ്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ ഇതാ സഭയുടെ പ്രതിനിധിയായി, അതുകൊണ്ടാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, സഭയുടെ പ്രതിനിധിയായി യോഹന്നാൻ ശ്ലീഹ കുരിശിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ യേശു തമ്പുരാൻ പരിശുദ്ധ അമ്മ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ട് പരിശുദ്ധ അമ്മ ഏൽപ്പിച്ചു കൊടുത്തു? അതിന് കാരണമുണ്ട്. പരിശുദ്ധ അമ്മ സഭയെ കൂടാതെ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ കൂടാതെ ഒരു സഭ ഈ ലോകത്ത് നിലനിൽക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയില്ലാത്തൊരു സഭ സഭയല്ലെന്ന് ക്രൂശിൻ്റെ മുകളിൽ കിടന്ന് യേശു തമ്പുരാൻ വ്യക്തമായിട്ടും പഠിപ്പിക്കുകയാണ്. യേശു തമ്പുരാൻ പറഞ്ഞു, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ സഭയിൽ അമ്മയുടെ സ്ഥാനം അത്രമാത്രം അതുല്യമാണ്. അമ്മയില്ലാത്ത ഒരു സഭ സഭയല്ല. വേദപുസ്തകം വ്യക്തമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, പിതാക്കന്മാർ വേദപുസ്തക അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി. എന്താണ് സുവിശേഷം അല്ലേ? യോഹന്നാനെ സുവിശേഷം ഏൽപ്പിച്ചു. യോഹന്നാൻ വാക്കിൻ്റെ അർത്ഥം എന്താ? വേർഡ് മീനിങ് ഓഫ് യോഹന്നാൻ, ജോൺ, ഗോഡ് ഈസ് ഗ്രേഷ്യസ്. എന്താണ്? ദയാലുവായ ദൈവം, കരുണാനിധിയായ ദൈവം, അല്ലെങ്കിൽ അനുകമ്പ, അല്ലെങ്കിൽ ആർദ്രതയുള്ളവനായ ദൈവം എന്നാണ് യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഞാൻ ഈ യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് പറഞ്ഞു വെക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം അവസാന അധ്യായത്തിൻ്റെ അവസാന വേദഭാഗത്താണ്. അത് പറയുന്നത് എങ്ങനെയാണ്? 23-ാമത്തെ വാക്യമാണ്. 21-ാം അധ്യായത്തിന് 23-ാമത്തെ വാക്യം. ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഒരു സംസാരം സഹോദരരുടെ ഇടയിൽ പരന്നു. എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത്. പ്രത്യുത ഞാൻ വരുന്നത് വരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്ക് എന്ത് എന്നാണ്. മതി മതി നോക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായത് വായിച്ചപ്പോൾ? അതിനു മുമ്പ് പത്രോസ് ശ്ലീഹയെ കുറിച്ച് കാര്യങ്ങൾ യേശുമ്പുരാൻ പറയുകയാണ്. വീടിൻ ഭരണം ആരേൽപ്പിച്ചു? ശിമോൻ പത്രോസിനെ ഏൽപ്പിച്ചു. എന്തൊക്കെയാണ്? ആടുകളെ മേയ്ക്കുക അല്ലേ? ഇതെല്ലാം പറഞ്ഞു. ആടുകളെ മേയ്ക്കുക, പെണ്ണാടുകളെ മേയ്ക്കുക, കുഞ്ഞാടുകളെ, എന്തെല്ലാം ആടുകളൊക്കെ മേയ്ക്കാൻ പറഞ്ഞു. അധികാരം കൊടുത്തു. പക്ഷെ സുവിശേഷം അറിയിക്കാനുള്ള അധികാരം കൊടുത്തത് യോഹന്നാനാണ്. പിതാക്കന്മാർ എഴുതി വെച്ചു, സുവിശേഷം യോഹന്നാനെ ഏൽപ്പിച്ചു യേശുമ്പുരാൻ ക്രൂശിൽ കിടന്നുകൊണ്ട്. ഇവിടെ ഒരു കാര്യം ഇങ്ങനെ പറയുകയാണ്. അപ്പം പത്രോസ് ശ്ലീഹയെക്കുറിച്ച് പറഞ്ഞു വെച്ചു. എന്താണ്? നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ ഇഷ്ടമുള്ളിടത്തേക്ക് നടന്നു,
നീ പ്രായമാകുമ്പോൾ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ നിന്റെ കൈക്കാരെങ്കിലും പിടിക്കുകയും നിനക്ക് ഇഷ്ടമില്ലാത്തത് പോവുകയും ചെയ്യും. അതിനുശേഷം ഒരു കാര്യം കൂടി പറഞ്ഞു, എപ്രകാരമുള്ള മരണമാണ് പത്രോസ്ലീഹ സ്വീകരിക്കുവാൻ പോകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു കർത്താവ് അപ്രകാരം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? പത്രോസിന് ഇഷ്ടമല്ലാത്ത മരണം എങ്ങനെയാണോ? പത്രോസിന് എങ്ങനെയുള്ള മരണമാണ്? അതായത് പത്രോസ്ലീഹ പലപ്പോഴും ഈ നമുക്ക് സുവിശേഷം പഠിക്കുമ്പോൾ അറിയാം, പലപ്പോഴും ഇങ്ങനെ കുറേ കാലം ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഞാനിങ്ങനെ മനുഷ്യരെ ഏൽപ്പിക്കപ്പെടും, ഞാൻ ക്രൂശിക്കപ്പെടും, ഞാൻ മരിക്കും. അപ്പോൾ പത്രോസിന് അതിങ്ങനെ പാടില്ല. കാരണം എന്ന് നീ ഞങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടാകണം. രണ്ടാമത് മറുരൂപമലയിലേക്ക് പോകുമ്പോൾ അവിടെ രൂപാന്തരപ്പെടുന്ന സമയത്ത് പത്രോസ്ലീഹ പറഞ്ഞു, കർത്താവ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത് നല്ലതാ, 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ പത്രോസ്ലീഹ ഇങ്ങനെ ആഗ്രഹിച്ച ആളാണ്. കുറേ കാലം ഇങ്ങനെ ജീവിക്കുക. പക്ഷേ പത്രോസിൻ്റെ മരണം എങ്ങനെയാണ് സംഭവിക്കുന്നത്? പത്രോസ് ആഗ്രഹിച്ചതുപോലെയല്ല സംഭവിച്ചത്. പത്രോസ് ഇഷ്ടപ്പെട്ടതുപോലെയല്ല ആഗ്രഹിച്ചത്. പത്രോസ് തടവുകാരനായി പിടിക്കപ്പെട്ട് റോമിലേക്ക് പോയി അവിടെ വെച്ച് തലകീഴായി പത്രോസ്ലീഹ ക്രൂശിക്കപ്പെട്ട് മരിക്കുകയാണ്. പത്രോസ് ഒരിക്കലും ആഗ്രഹിച്ചതല്ല. പക്ഷേ അവസാന നാളിൽ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ, പിന്നീട് തൻ്റെ മരണം ഉറപ്പായി കഴിയുമ്പോഴാണ് പത്രോസ്ലീഹ പറയുന്നത്, എനിക്ക് തലകീഴായി മരിക്കണം, എൻ്റെ കർത്താവിൻ്റെ പാദം ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണമെന്ന് അദ്ദേഹം പറയും. അങ്ങനെ അദ്ദേഹത്തെ ആ ആഗ്രഹപ്രകാരം തന്നെ മരണമൊഴിയായി അത് അംഗീകരിക്കപ്പെട്ടുകൊണ്ട് പത്രോസ്ലീഹ ഇങ്ങനെ ക്രൂശിക്കപ്പെടുകയും അങ്ങനെ മരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ പത്രോസ്ലീഹയുടെ മരണത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്, നിനക്ക് ഇഷ്ടമില്ലാത്തവരത്തേക്ക് നിന്നെ കൈ പിടിച്ചുകൊണ്ട് ആളുകൾ പോകും. അപ്പോൾ ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള, ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു മരണം പത്രോസ്ലീഹ പ്രാപിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുമ്പോൾ, പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പത്രോസ്ലീഹ യോഹന്നാനെക്കുറിച്ച് യേശുവിനോട് ചോദിക്കുകയാണ്, ഇവന് എന്ത് സംഭവിക്കുമെന്നാണ് ഉള്ളത്. അപ്പോൾ യേശുവിൻ്റെ മറുപടി എന്താണ്? ഞാൻ വരുന്നത് വരെയും ഇവൻ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ നിനക്കെന്താണ്? നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി അല്ലേ? അവൻ്റെ കാര്യം അവനോ ഞാനോ നോക്കിക്കൊള്ളാം. അപ്പോൾ ഇവൻ വരുന്നത് വരെ, ഞാൻ വരുന്നത് വരെ ഇവൻ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ അതുപോലെ തന്നെ നടക്കട്ടെ. എന്താ ഇതിനർത്ഥം എന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, നമുക്കറിയാം, അതായത് യോഹന്നാൻ ശ്ലീഹ ഒഴികെ ബാക്കി 11 പേരും നമ്മളിങ്ങനെ പറയാറില്ലേ, അകാലത്തിൽ മരിച്ചു എന്ന്. എന്താ അകാലത്തിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ? അതായത് ഒരു നോർമൽ സാധാരണ മരണം സംഭവിക്കുന്നതിന് മുൻപ് ഇവിടെ എല്ലാവരും മരണം സംഭവിച്ചു. യൂദാസ്കറിയത്ത് നിൽക്കട്ടെ, അദ്ദേഹം അങ്ങനെ തന്നെ സംഭവിച്ചു. അദ്ദേഹം സ്വയം മരിച്ചതാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മരണം അങ്ങനെ തന്നെയാണ്. ബാക്കി 10 അപ്പോസ്തലന്മാരും മരിക്കുന്നത് അവർ ആഗ്രഹിക്കാത്ത സമയത്താണ്. ചിന്തിച്ചു നോക്ക്. ഇപ്പോൾ തോമാസ്ലീഹ കുന്തം കൊണ്ട് കുത്തപ്പെട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തോമാസ്ലീഹ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ, അല്ലെങ്കിൽ എല്ലാ അപ്പോസ്തലന്മാരും യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് സ്വാഭാവിക മരണം പ്രാപിക്കാത്തവരാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവും നിങ്ങൾക്ക്? പത്രോസ്ലീഹ ആഗ്രഹിക്കാത്തൊരു മരണം പത്രോസ്ലീഹ ആഗ്രഹിക്കാത്ത സമയത്ത് സംഭവിച്ചു. എല്ലാ അപ്പോസ്തലന്മാരും അങ്ങനെയാണ്. യാക്കോബ് സ്ലീഹ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. ആദ്യം രക്തസാക്ഷിയാകുന്ന അപ്പോസ്തലൻ യാക്കോബ് സ്ലീഹയാണ്. അന്ത്രയോസിൻ്റെ മകനും ഈ യോഹന്നാൻ്റെ സഹോദരനുമായ യാക്കോബ് സ്ലീഹ അഗ്രിപ്പ രാജാവിനാൽ ശിരച്ഛേദം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു എന്ന് 12-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പോസ്തലപ്രവൃത്തികൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം മരിച്ചതായിട്ട് ഉള്ള വിവരണം നമ്മൾ കാണുന്നുണ്ട്. ബാക്കി എല്ലാ അപ്പോസ്തലന്മാരും പിന്നീടാണ് മരിക്കുന്നത്. അവരുടെ മരണത്തെക്കുറിച്ചൊന്നും പിന്നെ വേദപുസ്തകത്തിൽ എവിടെയും പരാമർശമില്ല. അപ്പോൾ അവരെല്ലാം മരിക്കുന്നത് ഒരു സാധാരണ മരണം സംഭവിക്കുന്നതിന് മുൻപാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കണം നിങ്ങൾ. ദൈവം ക്രമീകരിച്ച സമയമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ യേശുവിൻ്റെ പിന്നാലെ പോയില്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ സ്വാഭാവികമായിട്ടും വാർദ്ധക്യത്തിലായിട്ട് മരിക്കേണ്ടവരാണ്. യേശുവിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് അവരൊക്കെ എന്ത് ചെയ്തു? അവർ ആ മരിക്കേണ്ട സമയത്തിന് മുൻപേ ഇവിടെ മരണം സംഭവിച്ചു. അതുകൊണ്ടാണല്ലോ നമ്മൾ അവരെക്കുറിച്ച് രക്തസാക്ഷികൾ എന്ന് പറയുന്നത്. ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായവരാണ് അപ്പോസ്തലന്മാർ എല്ലാവരും തന്നെ. ആരൊഴികെ? യോഹന്നാൻ ഒഴികെ, അല്ലെങ്കിൽ മറ്റൊരാൾ ഇസ്കറിയോത്ത് യൂദ ഒഴികെ. ഈ 2 പേരും ഒഴികെ ഒരാൾ സ്വയം മരിക്കുന്നു, ഒരാൾ സ്വാഭാവിക മരണം പ്രാപിക്കുന്നു. ബാക്കി 10 പേരും രക്തസാക്ഷികളായി ക്രിസ്തുവിന് വേണ്ടി മരിച്ചവരാണെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അതിന് കാരണം അവരുടെ മരണമെന്നും
അവരുടെ ജീവിതത്തിൽ സാധാരണമായിട്ടുള്ള അവസ്ഥയിലേക്ക് വരുന്നതിന് മുൻപ് അവരെല്ലാം രക്തസാക്ഷികളായി. എന്ത് കാരണം കൊണ്ടാണ്? യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയതുകൊണ്ട്. ഇനി നമുക്ക് ചിന്തിക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു വെച്ചത് ഇത്രയാണ്. യോഹന്നാനെ പരിശുദ്ധ അമ്മ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. യോഹന്നാൻ എന്ന് പറയുന്നത് സഭയുടെ പ്രതിനിധിയാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, സഭ ക്രിസ്തു വരുന്നത് വരെയും നിലനിൽക്കേണ്ടതാണ് പരിശുദ്ധ സഭ. യേശു അർത്ഥമാക്കി അത്രയേ ഉള്ളൂ. എന്താണ്? ഞാൻ വരുന്നത് വരെയും ഇവൻ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? എൻ്റെ അർത്ഥം എന്താണ്? ഞാൻ വരുന്നത് വരെയും സഭ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ സഭ മറ്റപ്പോസ്തലന്മാരെ പോലെ അല്ലേ തീർന്നു പോകേണ്ടതല്ല. ഞാൻ ആശയം പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ യഥാർത്ഥ മരണം പ്രാപിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെല്ലാം രക്തസാക്ഷികളായതുപോലെ തീർന്നു പോകേണ്ടതല്ല സഭ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് ഓരോ കാര്യങ്ങളും ബൈബിളിൽ പഠിപ്പിക്കുന്നത് ചില യാഥാർത്ഥ്യ അടിസ്ഥാനത്തിലാണ്. സഭ നിലനിൽക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവരെയാണ്. യേശുക്രിസ്തു രണ്ടാമത്തെ വരവരെയും സഭ നിലനിൽക്കണം. സഭ അതുവരെ നിലനിന്നേ മതിയാകൂ. കാരണം യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങേണ്ടത് സഭയുടെ ഉത്തരവാദിത്വമാണ്. സഭയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന സഭയുടെ ഉത്തരവാദിത്വമാണ് യേശുക്രിസ്തു രണ്ടാമത് വരുന്നവരെയും നിലനിൽക്കുക എന്നുള്ളതും യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതും. അപ്പോൾ അപ്പോസ്തലന്മാർ, യോഹന്നാൻ ഒഴികെയുള്ള അപ്പോസ്തലന്മാർ രക്തസാക്ഷികളായതുപോലെ തീർന്നു പോകേണ്ടതല്ല സഭ, മറിച്ച് യോഹന്നാനെ പോലെ നിലനിൽക്കേണ്ടതാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ വരുന്നത് വരെയും ഇവൻ ഇരിക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ സഭ. അതുകൊണ്ടാണ് പിതാക്കന്മാർ എഴുതി വെച്ചത് സുവിശേഷം യോഹന്നാനെ ഏൽപ്പിച്ചു. പരിശുദ്ധ സഭയുടെ അടിസ്ഥാനപരമായ ദൗത്യമെന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കലാണ്. ഈ സുവിശേഷം എവിടെ വരെ നീണ്ടു നിൽക്കണം? യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവരെയും സുവിശേഷം നിലനിൽക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു അപ്പോസ്തലന്മാരോട് പറയുന്നത്, അതായത് അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്, നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ലോകം മുഴുവനും സുവിശേഷം അറിയിക്കണമെന്നുള്ളത് പരിശുദ്ധ സഭയുടെ ഔദ്യോഗികമായ ദൗത്യമാണ്. അല്ലെങ്കിൽ യേശുക്രിസ്തു പരമേൽപ്പിച്ച ഏറ്റവും വലിയ ദൗത്യമാണ് സഭയുടെ സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് യോഹന്നാനെ കുറിച്ച് പറഞ്ഞു വെച്ചു. അപ്പോൾ യോഹന്നാൻ ആരാണ്? സഭയുടെ പ്രതിനിധിയാണ്. അവൻ ക്രൂശിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. അതായത് ക്രൂശിൻ്റെ വചനമാണ് അറിയിക്കപ്പെടുന്ന വചനം എന്ന് പറയും. നമുക്ക് നോക്കൊരു വാക്യം കൂടി. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നു. 1 കൊരിന്ത്യർ ലേഖനം 1:18 വായിക്കാവോ? 1:18. എന്തെന്നാൽ കുരിശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും എന്നാൽ ജീവൻ പ്രാപിക്കുന്ന നമുക്കോ ദൈവത്തിൻ്റെ ശക്തിയുമാണ്. ഹല്ലേലൂയ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ് എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാൻ വേണ്ടി ഈ ലോകത്ത് ജീവിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഒന്നിനും ഉപകരിക്കുന്നില്ല. കുരിശിൻ്റെ വചനം ആർക്കും പ്രയോജനപ്പെടുന്നില്ല നശിച്ചു പോകാൻ വേണ്ടി ഈ ലോകത്ത് ജീവിക്കുന്നവർക്ക്. എന്നാൽ ജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്കോ, എങ്ങനെയാ പറയുന്നത്, നമുക്കോ അല്ലെങ്കിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന പരിശുദ്ധ സഭയുടെ അംഗങ്ങൾക്ക് ഈ കുരിശിൻ്റെ വചനമെന്ന് പറയുന്നതാണ് ജീവനാണ്, അത് ആത്മാവാണ്. എന്ന് പറഞ്ഞാൽ ക്രൂശിൻ്റെ വചനമാണ് നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുക. ക്രൂശിൻ്റെ വചനമാണ് നമുക്ക് മുൻപോട്ട് ജീവിക്കാനുള്ള ഒരു ശക്തി നൽകുക. ഈ ക്രൂശിൻ്റെ വചനമാണ് നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുക. അപ്പോൾ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാനെ യേശുക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തു സുവിശേഷം. ഇനി ഒന്നുകൂടി പറയാം, യഥാർത്ഥത്തിൽ സുവിശേഷം ആരാണ്? യേശുക്രിസ്തുവാണ്, ഇല്ലേ? യേശുക്രിസ്തു. ഒന്നുകൂടി പറഞ്ഞാൽ യേശുക്രിസ്തുവും മാതാവുമാണ് സുവിശേഷം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവും മാതാവും. പരിശുദ്ധ സഭയുടെ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. എന്നറിയോ? യേശുക്രിസ്തുവിനെ കൂടാതെ മാതാവോ മാതാവിനെ കൂടാതെ യേശുക്രിസ്തുവോ ഇല്ല. ഇതാണ് പരിശുദ്ധ സഭ പഠിക്കുന്നത്. യേശുക്രിസ്തുവിനെ കൂടാതെ മാതാവില്ല, മാതാവിനെ കൂടാതെ യേശുക്രിസ്തുവില്ല എന്ന് പറഞ്ഞാൽ മാതാവും യേശുക്രിസ്തുവും ഒരുപോലെ രക്ഷാചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ രക്ഷ യേശുക്രിസ്തുവിലൂടെയാണ്. എന്നാൽ രക്ഷകൻ പിറന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്.
രക്ഷ യേശുക്രിസ്തുവിലൂടെയാണ്. എന്നാൽ രക്ഷകൻ പിറന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തി പരിശുദ്ധ സഭയ്ക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ പറഞ്ഞു വെക്കുന്നത്, അമ്മയിലൂടെ അല്ല രക്ഷയുണ്ടായത്, യേശുക്രിസ്തുവിലൂടെയാണ് രക്ഷയുണ്ടാകുക. പക്ഷേ രക്ഷകൻ പിറന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. അതുകൊണ്ട് ക്രൂശിൽ കിടന്നിട്ട് യോഹന്നാന് ഏൽപ്പിച്ചു കൊടുത്ത യഥാർത്ഥത്തിൽ സുവിശേഷമാണ് എന്ന് പറഞ്ഞാൽ കുരിശിൻ്റെ സുവിശേഷമാണ് ഈ പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ അറിയാം, ഇല്ല, യെശയ്യാ പറഞ്ഞു വെച്ചെന്താണ്? കന്യക ഗർഭം ധരിച്ച മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. കന്യക ഗർഭം ധരിച്ച മകനെ പ്രസവിക്കും. ആ വേർഡ് അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മലയാളത്തിലാണ്. ഇനി ഗ്രീക്കിലേക്ക് വരുമ്പോൾ പാർത്തേനോസ് എന്ന് പറഞ്ഞ പദം ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വെർജിൻ എന്ന് പറയുന്ന പദം പലപ്പോഴും വ്യാഖ്യാനത്തിൽ വരുന്നില്ല. യങ് ലേഡി എന്നൊക്കെ ചില ഇംഗ്ലീഷ് ബൈബിളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. യങ് ലേഡി ആരുമാകാം, കന്യകയാകാം, കന്യാത്വമില്ലാത്തവളാകാം. വെർജിൻ എന്ന് പറയുന്നതാണ് ശരിക്കും ഇംഗ്ലീഷിലെ കന്യാത്വം എന്ന് പറയുന്നത്, കന്യക എന്ന് പറയുന്നത്. പാർത്തേനസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം യങ് ലേഡി എന്നാണ്. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കന്യക എന്നാണ്. കന്യക ഗർഭം ധരിച്ച മകനെ പ്രസവിക്കും. ഇനി മത്തായിസിലേക്ക് സുവിശേഷം എഴുതുമ്പോഴും ഈ വാക്യം തന്നെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. 1:23 കന്യക ഗർഭം ധരിച്ച മകനെ പ്രസവിക്കും. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ശ്രേഷ്ഠമായൊരു സ്ഥാനം പഴയ നിയമം പോലും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗലാത്യ 4:4 പറയുന്നത് എന്താണെന്നറിയാമോ? ഗലാത്യ 4:4 പറയാണ്, കാലത്തിൻ്റെ തികവ് വന്നപ്പോൾ അവൻ, ആര്? യേശുക്രിസ്തു തികവ് വന്നപ്പോൾ എന്താണ്? സ്ത്രീയുടെ സന്തതിയായി ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടവനായി ജനിച്ചു. ഇല്ലേ? നമുക്ക് അവിടെ ഒരു കാര്യം വ്യക്തമാണ്. അവിടെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി, കാര്യം അണ്ടർസ്റ്റുഡാണ്. പക്ഷേ ഒരു കാര്യം കൂടി ചേർത്ത് വെച്ചു, സ്ത്രീയുടെ സന്തതിയായി. അല്ലേ? അപ്പോൾ ആ സ്ത്രീക്ക് ഒത്തിരി പ്രാധാന്യം ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞു വെക്കുന്നത്? ആ സ്ത്രീക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ പൗലോസ് ലേഖനം എഴുതി വെക്കേണ്ട കാര്യമില്ല. സ്ത്രീയുടെ സന്തതിയായി ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടവനായി എഴുതി വെച്ചു. എൻ്റെ അടുത്ത വാക്യം ഇങ്ങനെ പറഞ്ഞു പോവാണ്, എന്തിനു വേണ്ടി ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടു? ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ കാരണം എന്താണ്? ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി യേശുക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടു. എന്നാൽ ഒരു വാക്ക് പോലും ഈ സ്ത്രീയെക്കുറിച്ച് പറയുന്നില്ല. അല്ലേ? സ്ത്രീയുടെ സന്തതിയെക്കുറിച്ച് ഒരു വ്യാഖ്യാനമില്ല. അടുത്ത വാക്യം ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടു എന്ന് പറഞ്ഞ വ്യാഖ്യാനം കൊടുക്കുകയാണ്. എന്താണ്? എന്തുകൊണ്ട് ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടു? നമ്മൾ ചിലപ്പോൾ ചോദിക്കാം, എന്താണ് യേശുക്രിസ്തു എന്ത് ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടു? സ്വാഭാവിക ചോദ്യമല്ലേ? യേശു ന്യായപ്രമാണം കൊടുത്തവൻ എന്തിന് ന്യായപ്രമാണത്തിന് കീഴ്പ്പെടണം? ന്യായപ്രമാണം കൊടുത്തവൻ എന്ത് ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിക്കണം? അല്ലേ? സ്വാഭാവിക ചോദ്യമല്ലേ? ഞാൻ പറഞ്ഞ മനസ്സാവും നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ് മനസ്സാവുന്നുണ്ടോ? എന്തിന് കീഴ്പ്പെടണം? അപ്പോൾ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് വ്യാഖ്യാനം കൊടുത്തത്. എന്താണ്? ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ വീണ്ടെടുക്കാൻ വേണ്ടി അവൻ ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടു. എന്നാൽ സ്ത്രീയുടെ സന്തതിയായി എന്ന് പറയും ഒരു വാക്ക് പോലും വ്യാഖ്യാനിക്കുന്നതിന് അർത്ഥം എന്താണ്? അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? സ്ത്രീയുടെ സന്തതിയാണ് യേശുക്രിസ്തു എന്ന് പഴയ നിയമത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 3-ാം അധ്യായത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തല തകർക്കുമെന്ന് അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ, ആദ്യ പുസ്തകത്തിൽ ഇതാ മനുഷ്യൻ്റെ പാപം നടക്കുന്ന സമയത്ത്, മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം വരുന്ന സമയത്ത്, മനുഷ്യൻ ചെയ്തു പോയ തെറ്റിന് പകരമായി സ്ത്രീയുടെ സന്തതിയായി രക്ഷകൻ പിറക്കുമെന്ന് അന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ത്രീയെക്കുറിച്ച് പിന്നീട് ഒരു പരാമർശത്തിൻ്റെ ആവശ്യമില്ല. അത് അണ്ടർസ്റ്റുഡാണ്. ആ സ്ത്രീ പരിശുദ്ധ കന്യകമറിയമാണ്. അവളെ കൂടാതെ പരിശുദ്ധ സഭയ്ക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കില്ല. അവളെ ഉപേക്ഷിച്ചിട്ട് പരിശുദ്ധ സഭയ്ക്ക് ഈ ലോകത്ത് സുവിശേഷം പറയാൻ പറ്റില്ല. ഞാനും നിങ്ങളുമൊക്കെ സുവിശേഷം പറയണമെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് ഓരോ സുവിശേഷങ്ങളും നമ്മൾ പറയപ്പെടേണ്ടത്. കാരണം പരിശുദ്ധ അമ്മയെ കൂടാതെ ഒരു സുവിശേഷമില്ല. കാരണം ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ, അവനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ യോഹന്നാനെ, പരിശുദ്ധ സഭയായ പ്രതിനിധിയായ യോഹന്നാനെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രത്യേക വ്യാഖ്യാനങ്ങളൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. എല്ലാവർക്കും വ്യക്തമാണ്. പഴയ നിയമത്തിൽ ഒരുപാട് വേദഭാഗങ്ങളിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. യിശയ്യായുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടോ, യിശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ കൊമ്പുകളിൽ നിന്ന്, അല്ലേ, ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഈ കൊമ്പെന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയാണ്. ഫലം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. അത് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവവൃക്ഷ ഫലമാണ് യേശുക്രിസ്തു. അല്ലേ? ജീവവൃക്ഷ ഫലമാണ് യേശുക്രിസ്തു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിനെ അവിടെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനെ അമ്മ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് സുവിശേഷം.
പരിശുദ്ധ അമ്മയിലൂടെ ലോകത്തിന് രക്ഷ വന്നു എന്നുള്ളത്, രക്ഷകൻ പിറന്നു എന്നുള്ളതാണ് യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത്. ഇല്ലേ, നമുക്കറിയാം ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ, ഈ മാലാഖമാർ വന്നിട്ട്, ലൂക്കോസ് സുവിശേഷം മാലാഖമാർ വന്നിട്ട് അട്ടിടയന്മാർ പറയുന്നുണ്ട്, ഇതാ സകല ജനത്തിനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു, എന്തെന്നാൽ ക്രിസ്തു എന്ന രക്ഷിതാവ് ബേത്ലഹേമിൽ നിങ്ങൾക്കായിട്ട് ജനിച്ചിരിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്നതാണ്, ശീലകളാൽ പൊതിഞ്ഞ് ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അവർ വന്ന് കാണുന്നത് എന്താണെന്നറിയോ? തുറന്ന് വായിച്ചു പോകുമ്പോൾ അവർ ശിശുവിൻ്റെ അടുക്കിലെത്തി അമ്മയെയും ശിശുവിനെയും കണ്ടു. വായിച്ചു നോക്കിക്കോ, അമ്മയെയും. അവർക്ക് കുഞ്ഞിനെ കണ്ട് മടങ്ങിപ്പോയാൽ മതി, ഇല്ലേ? അമ്മയെയും. ഇനി രാജാക്കന്മാർ ചെല്ലുമ്പോഴോ, മത്തായിയുടെ സുവിശേഷത്തിൽ അമ്മയുടെ മടിയിൽ കിടക്കുന്ന ശിശുവിനെ കണ്ടു. ഇവിടെയൊക്കെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പരാമർശം കടന്നു പോവുകയാണ്. ഏതാണെന്നറിയോ? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തലയെ തകർക്കും, കന്യകർമ്മരിച്ചൊരു മകനെ പ്രസവിക്കും, ഈശോയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും. ഈ പറയുന്ന പ്രവചനങ്ങളെല്ലാം ഇവിടെ ഇതാ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അവർ അമ്മയെയും ശിശുവിനെയും കണ്ടു. ആട്ടിടയന്മാർ വന്ന് കാണുന്നത് അമ്മയെയും ശിശുവിനെയും, രാജാക്കന്മാർ വന്ന് കാണുന്നത് അമ്മയുടെ മടിയിൽ ഉള്ള ശിശുവിനെ അവർ കാണുകയാണ്. ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, പരിശുദ്ധ അമ്മയാണ് സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. മനസ്സിലാക്കണം, സുവിശേഷം യേശുക്രിസ്തുവാണ്, പക്ഷെ സുവിശേഷത്തിൻ്റെ ആരംഭം പരിശുദ്ധ അമ്മയിലൂടെയാണ്. മാലാഖ വന്ന് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. എന്നിട്ട് ഈ അമ്മ ഒരു സ്തോത്രഗീതം പാടി. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ പാടിയത്? സകല തലമുറകളും എന്നെ ഭാഗ്യവതി. ഏത് തലമുറയാ? സകല തലമുറകളും. പരിശുദ്ധ അമ്മ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ തലമുറയല്ല, സകല തലമുറകളും എന്ന് പറയുന്നത് ലോകാവസാനത്തോളം നിലനിൽക്കുന്ന, ഉണ്ടാകാൻ പോകുന്ന എല്ലാ തലമുറകളും ഭാഗ്യവതി എന്ന് കീർത്തിക്കുന്നത് പരിശുദ്ധ അമ്മയെ മാത്രമാണ്, മറ്റാരെയും ഭാഗ്യവതി എന്ന് എല്ലാ തലമുറയും. ചില തലമുറകളൊക്കെ ചിലരെയൊക്കെ ഭാഗ്യവതി എന്ന് കീർത്തിച്ചിട്ടുണ്ടാകാം, ചില വിശുദ്ധകളൊക്കെ വിശുദ്ധയെന്നും ഭാഗ്യമെന്ന് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഏറ്റവും വലിയ ഭാഗ്യവതിയായി, അല്ലെങ്കിൽ എല്ലാ തലമുറകളും ഭാഗ്യവതി എന്ന് കീർത്തിക്കുന്ന പരിശുദ്ധ അമ്മ മാത്രമാണ്. അത് എഴുതി വെച്ചു. അപ്പം അങ്ങനെ ഒരു സ്തുതിഗീതം ലൂക്കോസ് രേഖപ്പെടുത്തി വെച്ചു. അങ്ങനെ അതൊന്ന് ലൂക്കോസ് എഴുതി വെക്കുമ്പോഴും ഈ പഴയനിയമ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്, ഇല്ലേ? അത് എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? മറിയാമിൻ്റെ സ്തുതിഗീതം എഴുതി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ട്. എന്താണ് അത്? പഴയനിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പരിശുദ്ധ അമ്മയാണ് രക്ഷകനെ ലോകത്തിൽ നൽകിയത്. പരിശുദ്ധ അമ്മയിലൂടെയാണ് രക്ഷകൻ പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്, ഇല്ലേ? നമ്മുടെ അടിസ്ഥാന വിശ്വാസമാണ് യേശു പൂർണ്ണ ദൈവവും. അതായത് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർതിരിക്കാൻ പറ്റില്ല. അത് വേർതിരിക്കാൻ കഴിയാത്ത വിധം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും അഭേദ്യമായി യോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും ഇത് വേർപെടുത്താൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് പരസ്യശുശ്രൂഷ നാളുകളിൽ നമ്മൾ ചില ആളുകൾ പറയും, മറുവ പലയിച്ചെന്ന് രൂപാന്തരപ്പെട്ട യേശുക്രിസ്തു ദൈവപുത്രൻ, ദൈവത്തിൻ്റെ മഹത്വം കാണിച്ചു, അപ്പോൾ മനുഷ്യനല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. യേശുക്രിസ്തു ക്രൂശിൽ ഇങ്ങനെ കിടന്ന് കരഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ യേശുവിൻ്റെ ദൈവത്വം നഷ്ടപ്പെട്ടു പോയി, യേശു പൂർണ്ണ മനുഷ്യൻ മാത്രമാണെന്ന് പറഞ്ഞു. അത് തെറ്റാണ്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുമ്പോഴും യേശുക്രിസ്തു രൂപാന്തരം പ്രാപിക്കുമ്പോഴും യേശുക്രിസ്തുവിൽ വേർതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ നിലനിന്ന ഒന്ന് യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്നുള്ളതാണ്. യേശുക്രിസ്തു പൂർണ്ണ ദൈവമായിരിക്കെ പൂർണ്ണ മനുഷ്യനാകാൻ വേണ്ടി പരിശുദ്ധ അമ്മയിൽ നിന്ന് ജഡമെടുത്തു. അപ്പോൾ യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെങ്കിൽ, യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെങ്കിൽ യേശുവിന് ദൈവത്തെ എപ്രകാരം യേശുക്രിസ്തുവിൽ ദൈവത്തെ എത്രമാത്രം യേശുക്രിസ്തുവായിട്ട് ബന്ധമുണ്ട്, അത്രമാത്രം യേശുക്രിസ്തു ആരുമായിട്ട് ബന്ധമുണ്ട്? പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധമുണ്ട്. ഇതാണ്
യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എത്രമാത്രം യേശുക്രിസ്തുവിന് ദൈവമായിട്ടുള്ള ബന്ധമുണ്ടോ അത്രമാത്രം ബന്ധം യേശുക്രിസ്തുവിന് അമ്മയുമായിട്ടുണ്ട്. കാരണം യേശുക്രിസ്തു തൻ്റെ മനുഷ്യത്വം സ്വീകരിച്ചത് പരിശുദ്ധ അമ്മയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ചത്, യേശുക്രിസ്തു പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനുമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സുവിശേഷം. പൂർണ്ണ ദൈവമായിരിക്കുന്നവൻ പൂർണ്ണ മനുഷ്യനായി തീർന്നു. അപ്പോഴും പൂർണ്ണ ദൈവത്വം നഷ്ടപ്പെട്ടു പോയില്ല. ഇനി യേശുക്രിസ്തു ദൈവമായിരിക്കുമ്പോൾ അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു. ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയില്ല. അപ്പോൾ യേശുക്രിസ്തു പൂർണ്ണ ദൈവത്വം പിതാവിൽ നിന്ന് സ്വീകരിച്ചു, അല്ലെങ്കിൽ യേശുക്രിസ്തു ദൈവം തന്നെയാണ്. അപ്പോൾ തന്നെ യേശുക്രിസ്തു തൻ്റെ മനുഷ്യത്വം സ്വീകരിച്ചത് പരിശുദ്ധ അമ്മയിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു സുവിശേഷം പരിശുദ്ധ അമ്മയിൽ നിന്ന് ഈ മനുഷ്യത്വം സ്വീകരിച്ചത് കൊണ്ട് അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ക്രൂശിൽ കിടന്നിട്ട് ഈ അമ്മയെ സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ സഭയിൽ അമ്മയുടെ സ്ഥാനം അതുല്യമാണ്. നമുക്ക് ഈ അതിനുശേഷം യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തു പോയി അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെയും അമ്മയുടെ സാന്നിധ്യമുണ്ട്, അല്ലേ? അമ്മയാണ് ശരിക്കും അവരെയൊക്കെ കൂട്ടി ഇരുത്തിയത്. മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം, മക്കളെ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം, അമ്മ. അപ്പോൾ ഈ അമ്മ അപ്പോസ്തലന്മാരെയൊക്കെ വിളിച്ചു വരുത്തി, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ അമ്മയുടെ നേതൃത്വത്തിൽ അപ്പോസ്തലന്മാരെല്ലാവരും ഒരുമിച്ചിരുന്ന് സഹ്യോൻ മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ സാന്നിധ്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അമ്മയും അല്ലെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യേശുവിൻ്റെ അമ്മയും അപ്പോസ്തലന്മാരും പിന്നെ എല്ലാവരും കൂടി ചേർന്ന് എത്ര പേരാണ്? 120 പേര് ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 10 ദിവസം പ്രാർത്ഥിച്ചു. അമ്മയുടെ നേതൃത്വത്തിലാണ്. കാരണം യേശുവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് അമ്മയ്ക്കാണ്. യേശുവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന അപ്പോസ്തലന്മാർക്കല്ല, അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ യേശുവിനെക്കുറിച്ച് അറിയുക. കാരണം ഉണ്ടായ നാൾ മുതൽ, അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ ഉരുവായ നാൾ മുതൽ, അല്ലെങ്കിൽ ഗബ്രിയേൽ മാലാഖയുടെ അരുളപ്പാട് മുതലുള്ള ആ ചരിത്രത്തിൽ അല്ലേ 33 വയസ്സ് വരെ, അല്ലെങ്കിൽ 30 വയസ്സ് വരെയും പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് യേശുക്രിസ്തു ജീവിച്ചത്. ആ കുടുംബത്തിലൊരു ഭാഗമായി യൗസേപ്പിനോടും അല്ലെങ്കിൽ അമ്മയോടും ചേർന്നാണ്. ഒരു പക്ഷേ അത്രയും കാലം യൗസേപ്പ് ജീവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. യൗസേപ്പ് ഒരു പക്ഷേ അതിന് മുമ്പ് മരിച്ചു പോയിട്ടുണ്ടാകാം. ഈ 12 വയസ്സുള്ളപ്പോൾ ഒരു ചരിത്രത്തിൽ യൗസേപ്പിനെ കുറിച്ച് പറയുന്നതല്ല, പിന്നീട് യൗസേപ്പിനെ കുറിച്ചൊന്നും വേദപുസ്തകത്തിൽ പറയപ്പെടുന്നില്ല. അപ്പം അതിനുശേഷം ഒരു പക്ഷേ ഈ യേശുക്രിസ്തു ശുശ്രൂഷ മുമ്പ് ഈ യൗസേപ്പ് പിതാവ് മരിച്ചു പോയിട്ടുണ്ടാകാം. കാരണം അദ്ദേഹം പ്രായാധിക്യത്തിലായിരുന്ന മനുഷ്യനാണ്. എന്ത് തന്നെയായാലും ആ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മളെ പിന്നെയും കണ്ടുവരുന്നത് വേദപുസ്തകം പിന്നെയും ആവർത്തിച്ച് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മൾ കാണും. യോഹന്നാൻ സുവിശേഷം അതിൻ്റെ കാനാവിലെ കല്യാണ വീട്ടിൽ നമ്മൾ 2-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ആ ആദ്യത്തെ അത്ഭുത സമയത്ത് പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നു. വീണ്ടും ഈ ക്രൂശിൻ ചുവട്ടിൽ അമ്മയെ കാണുന്നു. ആദ്യത്തെ അത്ഭുതം നടക്കുമ്പോൾ അമ്മയുണ്ട്, അവസാനത്തെ യേശുക്രിസ്തുവിൻ്റെ മരണസമയത്തും അമ്മയുടെ സാന്നിധ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കാലഘട്ടം അവിടെയെല്ലാം അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് തെളിവാണ് ഈ 2 സന്ദർഭങ്ങളെന്ന് പറയുന്നത്. കാനാവിലെ കല്യാണ വീട്ടിലും അതുപോലെ ക്രൂശിൻ ചുവട്ടിലും അമ്മയുള്ളത് എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്കുള്ള സന്ദർഭങ്ങളിൽ മുഴുവനും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. ആ സാന്നിധ്യമാണ് ആ ഒരു അനുഭവമാണ് പരിശുദ്ധ അമ്മ ഈ ശിഷ്യന്മാരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് എന്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. അപ്പോൾ പരിശുദ്ധ അമ്മ അവരെല്ലാം ചേർത്ത് പ്രാർത്ഥിച്ചതിന് കാരണമുണ്ട്. എന്താ അറിയോ? യേശു അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തു പരിശുദ്ധ സഭയ്ക്കാണ്. അപ്പോൾ സഭയാണ് പ്രാർത്ഥിക്കുന്നത്. എവിടെ പ്രാർത്ഥിക്കുന്നത്? സഹ്യോൻ മാളിൽ സഭയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ 120 പേരെന്ന് പറയുന്ന അപ്പോസ്തലന്മാരും അമ്മയും ചേർന്ന് പ്രാർത്ഥിക്കുന്നത് സഭയാണ്. സഭയുടെ കൂട്ടായ്മയിലാണ് എന്ത് നടക്കുന്നത്? പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. സഭയുടെ കൂട്ടായ്മയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ക്രൂശിൻ്റെ ചുവട്ടിൽ സഭയുടെ ഒരു ചിത്രമുണ്ട്. യേശുക്രിസ്തുവുണ്ട്, മാതാവുണ്ട്, അപ്പോസ്തലന്മാരുടെ പ്രതിനിധിയായി സഭയുടെ പ്രതിനിധിയായി യോഹന്നാൻ നിൽക്കുന്നു. ഇതാ ഈ അല്ലെങ്കിൽ പരിശുദ്ധ സഭയുടെ ആദ്യ ദിവസം എന്നറിയപ്പെടുന്ന പെന്തിക്കൊസ്തി ദിവസത്തിൽ ഇവിടെ ഇതാ പരിശുദ്ധ അമ്മയുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്, സഭയിലെ പ്രധാനികളായ ആളുകൾ എല്ലാവരുമുണ്ട്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി. അപ്പം പരിശുദ്ധാത്മാവിടെ മേൽ ഇറങ്ങി പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ സഭയുടെ കൂട്ടായ്മയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി. അവിടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ ആ ഒരു വലിയ ഇടപെടൽ ആദ്യ അല്ലെങ്കിൽ പരിശുദ്ധ സഭയുടെ ജന്മദിനമെന്ന് അറിയപ്പെടുന്ന പെന്തിക്കൊസ്തി പെരുന്നാളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? യേശുക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് അമ്മയെ പരിശുദ്ധ സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, അമ്മയ്ക്ക് സഭയോട് അഭേദ്യമായൊരു ബന്ധമുണ്ട്. സഭയ്ക്ക് അമ്മയോട് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്.